ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ഡിസംബറിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എ ഇലക്ട്രിക്കൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 2019 സ്കീമിൽ നമുക്കറിയാം പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലും പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സാണ്. ഇലക്ട്രിക്കലിൽ നമുക്ക് എങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ നോക്കാം ഓരോ ക്വസ്റ്റ്യൻസായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രിച്ചോഫ്സ് ലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്രിച്ചോഫ്സ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ലോ ഉണ്ട്. ക്രിച്ചോഫ്സ് കറണ്ട് ലോയും ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയാണ്. അപ്പം ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത് algebraic sum of KCL states that algebraic sum of all currents in a junction is equal to 0. അഥവാ സിഗ്മ ഐ ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. അതായത് ഒരു നോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോഡിൽ മാർക്ക് ബ്രാഞ്ചസ് ഇതിലേക്ക് കറണ്ട് മാർക്ക് ചെയ്യുക I1, I2, I3, I4 ആൻഡ് I5, I6 ഇങ്ങനെ കറണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ KCL നമുക്കറിയാം. KCL എന്ന് പറയുന്നത് algebraic sum of all currents in a junction is equal to 0, അഥവാ algebraic sum of current entering the node will be equal to algebraic sum of current leaving the node എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 0 എന്ന് എഴുതിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കറണ്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ്, കറണ്ട് ലീവ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. സോ I1 is entering, so I1 is plus, I2 is also entering, so plus I2, I3 എന്ന് പറയുന്നത് ലീവിങ് ആണ്, സോ മൈനസ് I3, I4 entering ആണ്, സോ പ്ലസ് I4, I5 is also entering, so plus I5, I6 is leaving, so minus I6 is equal to 0. ഓക്കെ, ഇപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് algebraic sum of all voltage drops in a closed path or mesh, in a closed mesh is equal to total EMF in the circuit. Total EMF in the circuit. അതായത് B is equal to sigma IR നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സപ്പോസ് we have a voltage, resistance, 2 resistance are there. This is V, R1, R2 ഇങ്ങനെ എഴുതുകയാണെങ്കിൽ if I be the current നമുക്ക് എന്ത് എഴുതാം, B is equal to IR1 plus IR2. Algebraic sum of all voltage drops that is equal to total EMF in the circuit. Right? സോ ഇതാണ് ക്രിച്ചോഫ്സ് ലോ എന്ന് പറയുന്നത്. സോ ക്രിച്ചോഫ്സ് ലോയിൽ നമുക്ക് ക്രിച്ചോഫ്സ് കറണ്ട് ലോ ആസ് വെൽ ആസ് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് റിയൽ കറണ്ട് സോഴ്സ്. ഓക്കെ, വിത്ത് സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഐഡിയലിൻ്റെ കേസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്, ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കറണ്ട് സോഴ്സ് കാണും. ഇങ്ങനെ ഒരു കറണ്ട് സോഴ്സ് കാണും. ദിസ് ഈസ് അവർ കറണ്ട് സോഴ്സിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ദിസ് ഈസ് മൈ സോഴ്സ് കറണ്ട്. സോ IS ഓഫ് T എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ വോൾട്ടേജ് VS പ്ലസ് മൈനസ്. സോ ഇപ്പോൾ ഇതിൻ്റെ VI ക്യാരെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് എവർ മേ ബി ദ വോൾട്ടേജ് കറണ്ട് എന്ന് പറയുന്നത് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് IS is equal to കോൺസ്റ്റൻറ്റ്. അതാണ് ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ്
ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എ two-terminal element. It is a two-terminal element in which our current IS is completely independent of voltage, Vs across its terminals. Completely independent. Please remember, ideal current source. ഇതാണ് ഞാൻ ഐഡിയലിൻ്റെ കേസിലാണ് പറയുന്നത്. ഐഡിയലിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, കറണ്ട് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വോൾട്ടേജ്. അങ്ങനെ വരുന്നതാണെങ്കിൽ ഐഡിയൽ കറണ്ട് സോഴ്സ് നമുക്ക് പറയാം. ഇൻ ദ കേസ് ഓഫ് എ റിയൽ കറണ്ട് സോഴ്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഈസ്, റിയൽ കറണ്ട് സോഴ്സിൽ in the case of real current source, there is a current source. The same circuit തന്നെ നമുക്ക് വരയ്ക്കാം. This is Vs, this is Is. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സോഴ്സിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് വരും. ഈ ക്യാപിറ്റൽ R എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് മൈ ടോട്ടൽ കറണ്ട് IT. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R എന്ന് പറയുന്നതാണ് ഈ കറണ്ട് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദിസ് R is the internal resistance. R is internal resistance of that source. സോ അങ്ങനെ വരുമ്പം നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദിസ് ഈസ് Vs ആൻഡ് ദിസ് ഈസ് Is. സോ വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഈസ്, ഐഡിയലിൻ്റെ കേസിൽ ഇറ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്, ബട്ട് റിയൽ കറണ്ട് സോഴ്സിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. എ സ്മോൾ ഡീവിയേഷൻ ഫ്രം ദിസ് ചെറിയൊരു ഡീവിയേഷൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൽ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് കറണ്ട് എന്ന് പറയുന്നത് കുറയും. ഇത് കറണ്ട്, അതായത് ഇൻ റിയൽ കറണ്ട് സോഴ്സ് കറണ്ട് ഡിക്രീസസ് ആസ് ദി ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ Vs എന്ന് പറയുന്നത്. ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസസ് അല്ലേ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിയാക്ഷൻ നോക്കിയാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കറണ്ട് എന്ന് പറയുന്നത് കുറയുകയാണ്. സോ കുറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് IT ഈസ് ഈക്വൽ ടു IT എന്ന് പറഞ്ഞ കറണ്ട് ഇതാണ്, IS എന്ന് പറഞ്ഞ കറണ്ട് ഇത് അവിടെ വന്നു അല്ലേ, ഇത് IS. ഈ IS എന്ന് പറഞ്ഞ കറണ്ട് വന്നിട്ട് ഇവിടെയും ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. സോ IT ഈസ് ഈക്വൽ ടു IS പ്ലസ് Vs ഡിവൈഡഡ് ബൈ R എന്നുള്ളത് കറണ്ട് വരുന്നത് അല്ലേ. സോ IT ഈസ് ഈക്വൽ ടു IS പ്ലസ് Vs ബൈ R എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ എന്തുണ്ടാവുന്ന ഒരു ഡ്രോപ്പ് അഡീഷണൽ ആയിട്ടൊരു സംഭവം ഉണ്ടാകുന്നല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് പ്ലസ്, ഇറ്റ് ഈസ് മൈനസ്. ഓക്കെ, ഇറ്റ് ഈസ് മൈനസ് IS മൈനസ് Vs ബൈ R. IS മൈനസ് Vs ബൈ R. IT ഈസ് ഈക്വൽ ടു IS മൈനസ് Vs ബൈ R. സോ ദർ വിൽ ബി എ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഇസ് ദർ. ആ Vs ബൈ R ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കറണ്ട് കുറയുന്നത്. സോ ഇതാണ് ഐഡിയൽ കറണ്ട് സോഴ്സും റിയൽ കറണ്ട് സോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കമ്പയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് വിത്ത് സർക്യൂട്ട് ഡയഗ്രാം. ഇതാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പോൾ നമുക്ക് അറിയാം സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ ഇത് നോക്കാം. മാഗ്നറ്റിക് സർക്യൂട്ട്സും ഇലക്ട്രിക് സർക്യൂട്ട്സും നോക്കാം. ദിസ് ഈസ് മാഗ്നറ്റിക് സർക്യൂട്ട്. അവിടെ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ച് നോക്കാം. മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ട് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് എ, നമുക്കൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളെന്തോ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കും. സോ ദിസ് ഇസ് സർക്യൂട്ട് ഡയഗ്രാം ഫോർ എ മാഗ്നറ്റിക് സർക്യൂട്ട്. Whereas in the case of electrical circuit, we can use an EMF followed by a resistance throughout. Okay, this is V and carrying a current I and having a resistance R. Similarly, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യും, കോയിലിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഹാവിങ് നമ്പർ ഓഫ് ടേൺസ് എസ് N. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഫൈ ആണെന്ന് നമുക്കിങ്ങനെ എഴുതാം. റൈറ്റ്. ഇനി പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
ഇവിടെ ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് ആണ്. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഈസ് ഈക്വൽ ടു EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും 4 ഡിഫറൻസ് എഴുതിയാലും മതിയാവും. എന്നാലും നമ്മൾ മാക്സിമം അറിയാവുന്നതൊക്കെ എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് MMF. മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ആണെങ്കിൽ ഇവിടെ നമ്മൾ EMF എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസ് എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് എന്നായിരിക്കും പറയുന്നത്. അതേപോലെ ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്നായിരിക്കും പറയുന്നത്. ഇലക്ട്രിക് സർക്യൂട്ട്സിൽ കറണ്ട് ഡെൻസിറ്റി എന്നായിരിക്കും പറയുന്നത്. അതേപോലെ ഇവിടെ MMF ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയും. MMF ഡ്രോപ്പ് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയും. അതേപോലെ ഇൻ ദി കേസ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് നമ്മുടെ പെർമിയൻസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടക്റ്റൻസ് എന്നായിരിക്കും പറയുന്നത്. പെർമിയൻസ് ഇവിടെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. പെർമിയൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസിനെയാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A coil of 200 turns carries a current of 4 ampere. The magnetic flux linkage with the coil is 0.02 Weber. Calculate the induced EMF in the coil. Okay, അപ്പം ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to L into di/dt. E is equal to L into di/dt. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ടൈം തന്നിട്ടില്ല. ഓക്കെ, എന്ത് ടൈമിലാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നോ അങ്ങനെ ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇൻഡക്റ്റൻസ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? N5 ഡിവൈഡഡ് ബൈ I ആണ്. സോ N is given as 200. ഓക്കെ, N is 200, I is equal to 4 ampere and flux is equal to 0.02 Weber തന്നിട്ടുണ്ട്. സോ we can substitute that 200 into 0.02 divided by 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 Henry എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഇൻഡക്റ്റൻസ്. അപ്പം വൺസ് യു നോ di/dt നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സെൽഫ് ഇൻഡക്റ്റൻസ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. റൈറ്റ്, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ഡെൽറ്റ കണക്ഷൻ 3 ഫേസ് സിസ്റ്റത്തിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഓഫ് 12 ohm റെസിസ്റ്റൻസ് ആൻഡ് 16 ohm റിയാക്ടൻസ് കണക്റ്റഡ് അക്രോസ് 100 volt 50 hertz സപ്ലൈ. ഫൈൻ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, പവർ ഫാക്ടർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 12 ohm ആണ്. റിയാക്ടൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ എക്സ് ഇസ് ഗിവൺ 16 ohm. വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 volt. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 hertz. സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, പവർ ഫാക്ടർ. അപ്പോൾ ആദ്യം I കണ്ടുപിടിക്കാം. സോ I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ Z. ഓക്കെ, അപ്പോൾ ആദ്യം ഫേസ് കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഫേസ് റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ എല്ലാത്തിലും ഫേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. I ഫേസ് ഈസ് ഈക്വൽ ടു V ഫേസ് ബൈ Z ഫേസ്. നൗ സിൻസ് ഇറ്റ് ഈസ് എ ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം, ഡെൽറ്റ കണക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആണ്. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് കറണ്ട് ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ന് തന്നിരിക്കുന്ന ലൈൻ വോൾട്ടേജ് ആണ് 100 volt തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ. സോ 100 ഡിവൈഡഡ് ബൈ ഇസഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇസഡ് ഈസ് ഈക്വൽ √r² പ്ലസ് x² നമുക്ക് എഴുതാം. സോ r² എന്ന് പറയുമ്പോൾ നമുക്ക് 12² പ്ലസ് 16². 12² പ്ലസ് 16². 12² 144, 256, then will be 400. √400 20. സോ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ampere എന്ന് കിട്ടും. ഓക്കെ, I ഫേസ് എന്ന് പറയുന്നത് 5 ampere എന്ന് കിട്ടും. സോ വാട്ട് ഈസ് ലൈൻ കറണ്ട്? ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഫേസ് കറണ്ട്. എന്നത് അപ്പോൾ നമ്മൾ അടുത്ത് ഫേസ് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈൻ കറണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് IL ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് കറണ്ട് ആണ്. സോ √3 ടൈംസ് ഫേസ് കറണ്ട് ആകുമ്പോൾ എന്താ? √3 into 5. സോ 5√3 എന്ന് പറയുന്നത് 8.66 ampere ആണ്. അടുത്ത മൂന്നാമത്തത് പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos 5 കണ്ടുപിടിക്കണം. cos 5 എന്ന് പറയുന്നത് R/Z ആണ്. R എന്ന് പറയുന്നത് 12 ആണ്. സോ 12, Z എന്ന് പറയുന്നത് 20. സോ 12/20 ദറ്റ് ഈസ് ഈക്വൽ ടു 0.6. ഓക്കെ, cos 5 എന്ന് പറയുന്നത് 0.6. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് A and B ഇൻ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. സോ അപ്പം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയേ,
അകത്തൊരു ഡെൽറ്റ പാർട്ടുണ്ട്. ഈ ഡെൽറ്റ പാർട്ടിനെ നമ്മൾ എന്തോ സ്റ്റാറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സ്റ്റാറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള റെസിസ്റ്റൻസ് ഞാൻ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അകത്തുള്ള ഈ 1 ഓം അതേപോലെ വയ്ക്കുകയാണ്. ഓക്കെ, ഇത് 3 ഓം, 2 ഓം, 1 ഓം, 1 ഓം, 1 ഓം ആൻഡ് ദിസ് ഈസ് 2 ഓം. ഓക്കെ, ഇങ്ങനെയാണ് പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ഡെൽറ്റേനെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഡെൽറ്റേനെ സ്റ്റാർ ആക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റാർ ആക്കുമ്പം ബ്ലാക്കിൽ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഡെൽറ്റയിലേക്ക് മാറ്റാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 × 3 ഡിവൈഡഡ് ബൈ 1 + 1 + 3. ഇതിൻ്റെ ആണെങ്കിൽ 1 × 1 ഡിവൈഡഡ് ബൈ 1 + 1 + 3. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണെങ്കിൽ 1 × 3 ഡിവൈഡഡ് ബൈ 1 + 1 + 3. ഓക്കെ, 1 × 3. സോ അപ്പോൾ 3 ബൈ നമുക്ക് എന്ത് കിട്ടും, 0.6 കിട്ടും. ഓക്കെ, ദിസ് ഈസ് 0.6. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് 0.6 ആണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് 0.6. ഈ വാല്യൂ എന്ന് പറയുന്നത് 1/5 അല്ലേ, 1/5 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 0.2. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, അഗെയിൻ 3/5. ഓക്കെ, 3/5 അഗെയിൻ ഇറ്റ് ഈസ് 0.6, 0.6. അപ്പം ഈ സർക്യൂട്ട് നമുക്ക് എന്തായാലും മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇപ്പോൾ സീരീസാണ്. ഈ 1ഉം 0.6ഉം സീരീസാണ്, 1ഉം 0.6ഉം സീരീസാണ്, 2ഉം 0.2ഉം സീരീസാണ്. സോ okay, that is our outermost is 3, 2, 1. So please remember A B across ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. A B keep it like that. A B അതേപോലെ തന്നെ എഴുതി പോവുക, അത് മാറ്റരുത്. A B അതേപോലെ തന്നെ എഴുതുക, A B C. അപ്പം 1.6 right. Again it will be 1.6. 1.6 ഇത് 1.6, ഇതും 1.6. Now this is 2.2. അപ്പോൾ നോക്കിയാൽ ഇതിപ്പോൾ സ്റ്റാറിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാറിനെ നമ്മളെന്തോ അടുത്ത ഡെൽറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഈ സ്റ്റാറിനെ നമ്മൾ വീണ്ടും ഡെൽറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡെൽറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് our outermost is A and B. You see 3, 2, 1. Okay, 3, 2, 1. ഇനി അകത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡെൽറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ കൺവേർട്ട് ചെയ്യണം. ഇതാ സ്റ്റാറിനെ വീണ്ടും ഡെൽറ്റയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാറിനെ വീണ്ടും ഡെൽറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമുക്കിവിടെ ഉണ്ടാവും 1.6, 1.6, 2.2. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദിസ് ഈസ് 1.6, 2.2, 1.6. ഇതിനെ നമുക്ക് എന്താ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റയിലോട്ട് മാറ്റണം. ഓക്കെ, ഇതിൽ ഡെൽറ്റയിലോട്ട് മാറ്റണം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സോ ആദ്യം ഞാൻ ഇത് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുകയാണെങ്കിൽ 1.6. ഓക്കെ, രണ്ടും ഉള്ളത് 1.6, 2.2. അപ്പോൾ ഇല്ലാത്ത 1.6. സോ ഹിയർ 1.6 × 1.6 + 1.6 × 2.2
plus 1.6 into 1.6, right? 1.6 into 1.6, 1.6 into 2.2, sorry, 2.2, okay, 2.2 into 1.6, clear? അപ്പോൾ അത് ചെയ്യുമ്പം 1.6 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ദിസ് ഈസ് കറസ്പോണ്ടിങ് ടു 6 ohm എന്ന് കിട്ടും. അനി അടുത്ത് ഇവിടത്തെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ്, 1.6 2.2. സോ ഇല്ലാത്തത് 1.6. സോ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1.6 into 1.6 plus 1.6 into 2.2 plus 1.6 into 2.2, right? So that is also നമുക്ക് എന്ത് കിട്ടും? 6 ohm എന്ന് കിട്ടും. ഇവിടെ എടുക്കുമ്പോൾ നോക്കിയേ ഡിവൈഡഡ് ബൈ 2.2 ആണ്. സോ 1.6 into 1.6 plus 1.6 into 2.2 plus 1.6 into 2.2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4.36 എന്ന് കിട്ടും. ഓക്കെ, 4.36. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ മാറ്റി 4.36 6 ohm 6 ohm എന്ന് മാറ്റി. അപ്പോൾ ഇനി അടുത്ത ഇതിൽ നമുക്ക് നോക്കാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും പാരലലാണ്. ഓക്കെ, 3 and 4.36 ആർ പാരലൽ. ഓക്കെ, 3 and 4.36 എന്ന് പറയുന്നത് പാരലൽ. അതേപോലെ 2 and 6 പാരലൽ, 6 and 1 പാരലൽ. ഇങ്ങനെ നമുക്ക് 6 ഉം 1 ഉം പാരലലാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, 3 ഉം 4.36 ഉം പാരലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 1.36 ഉം പാരലാകുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. വി ഗെറ്റ് എ സിമ്പിൾ സർക്യൂട്ട് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 into 4.36 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4.36. ഇവിടെ ആകുമ്പോൾ എന്താ 2 into 6 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6. ഇവിടെ ആകുമ്പോൾ 6 into 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ 3 into 4.36 ഡിവൈഡഡ് ബൈ 4.36 ചെയ്യുമ്പോൾ നമുക്ക് 1.77 കിട്ടും. ഇത് 12/8 ചെയ്യുമ്പോൾ ദറ്റ് ഈസ് 1.5 ohm. 6/7 ചെയ്യുമ്പോൾ നമുക്ക് 0.85 കിട്ടും. നൗ ഇത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് എന്ത് പറയാം? 1.77 and 1.5 are in series. അപ്പോൾ ഇതാണ് നമ്മൾ എ ബി ഞാൻ മാറ്റുന്നില്ല, എ ബി. അപ്പോൾ 1.77 1.55 കൂടെ സീരീസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.27 എന്ന് കിട്ടും. ഓക്കെ, 3.27 പാരലായിട്ട് എന്താണ് നമ്മുടെ 0.85 കിടപ്പുണ്ട്. സോ ദിസ് ഈസ് മൈ എ ആൻഡ് ദിസ് ഈസ് ബി. സോ വാട്ട് ഈസ് ആർ എ ബി? ആർ എ ബി എന്ന് പറയുന്നത് ഇപ്പോൾ 3.27 and 0.85 ആർ ഇൻ പാരലൽ. സോ 3.27 into 0.85 ഡിവൈഡഡ് ബൈ 3.27 ഇൻ പ്ലസ് 0.85 ചെയ്യുമ്പോൾ നമുക്ക് 0.677 ohm എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. 0.677 ohm എന്ന് കിട്ടും, റൈറ്റ്? ഓക്കെ, ഇതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡെൽറ്റനെ സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്തു. നമ്മുടെ ക്ലാസ്സസിൽ ഇഷ്ടംപോലെ വീഡിയോസ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8th ക്വസ്റ്റ്യൻ ആണ്. 2 identical coils 1 and 2 are wound on the same magnetic core. Current in coil 1, which is changing at the rate of 600 ampere per second, induces an EMF of 12 volt in coil 2. Calculate the mutual inductance between the coils. If the self-inductance of each coil is 50 millihenry, calculate the coefficient of couplings between the coils. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എമ്മിൻ്റെ ഇക്വേഷൻ നോക്കാം. ഈ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E is equal to m into di/dt എന്നുള്ളതാണ്. ഓക്കെ, E is equal to m into di/dt. So from that equation നമുക്ക് എന്താ m കണ്ടുപിടിക്കാം. m is equal to എന്താ E divided by di/dt. അപ്പോൾ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 12 വോൾട്ടും. ഓക്കെ, 600 ആംപിയർ പെർ സെക്കൻഡ്. ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമാണ്. അപ്പം di/dt ആണ് 600 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് 12/600. ഓക്കെ, 12/600 ചെയ്യാം. 12/600 ചെയ്താൽ 0.02 ഹെൻറി എന്ന് കിട്ടും, റൈറ്റ്? 12/600 ചെയ്താൽ 0.02 ഹെൻറി എന്ന് അറിയാം. ദെൻ what is coefficient of coupling? Coefficient of coupling the equation എന്ന് പറയുന്നത് k is equal to m divided by root of L1 L2. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് കോയിൽ ഈസ് 50 millihenry. സോ L1 is equal to L2 is equal to 50 millihenry നമുക്ക് എഴുതാം. അപ്പോൾ വാട്ട് ഈസ് m divided by root of L1 L2? സോ 0.02 divided by root of L1 എന്ന് പറയുന്നത് 50 millihenry. സോ 50 into 10⁻³ മില്ലി എന്ന് പറയുന്നത് 10⁻³ ആണ്. സോ 50 into 10⁻³ into 50 into 10⁻³ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് കിട്ടും. ദറ്റ് ഈസ് ദ വാല്യൂ വിൽ ബി
0.4. So ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ we get 7 marks. Okay, easy. 7 marks. Just remember this equation. E is equal to m into di by dt എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. അതേപോലെ k is equal to m divided by root of L1 L2 എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. റൈറ്റ്, അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അടുത്തത് ഡിഫൈൻ ദ ടേംസ് എം എം എഫ്, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെയാണ്. അപ്പം എം എം എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം. എം എം എഫ്, വാട്ട് ഈസ് എം എം എഫ്? എം എം എഫ് എന്ന് പറയുന്നത് MMF is the magnetic pressure that sets up magnetic pressure which sets up the magnetic flux, which sets up the magnetic flux in a magnetic circuit. Magnetic flux in a magnetic circuit. Then രണ്ടാമത്തത് ഫീൽഡ് സ്ട്രെങ്ത്. അതാണ് ഡെഫിനേഷൻ. ഓക്കെ, എം എം എഫിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. എം എം എഫിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. എം എം എഫ് ഇസ് ഈക്വൽ ടു n into I എന്ന് എഴുതാം. ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് നോർത്ത് പോൾ പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. അതിനെയാണ് എന്താ പറയുന്നത്? ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലിറ്റർ ബി ആണ്. ഇത് നമുക്ക് പറയാം ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. right angles to the plane. Clear? Flux density എന്ന് പറയുന്നത് ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ ത്രൂ എ ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പ്ലെയിൻ. ഇതാണ് ഓരോ ടേംസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, ഇപ്പം അടുത്ത ക്വസ്റ്റിലേക്ക് ഇപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AC ഫണ്ടമെൻറ്റൽസിലുള്ള ക്വസ്റ്റിനാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ 14.14 sin 377t. Find the RMS value of current, average value of current, frequency, form factor, peak factor, instantaneous value of current when t is equal to 3 millisecond. Just 6 marks easy question ആണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പം ശ്രദ്ധിക്കുക, എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഇത് തെറ്റിപ്പോവും. തെറ്റാതിരിക്കാനുള്ള ഇത് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഓൾട്ടർനേറ്റീവ് കറണ്ട് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്ന I is equal to Im sin omega t എന്നാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് I is equal to 14.14 sin 377t തന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി IMൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14.14, ഒമേഗ എന്ന് പറയുന്നത് 377 ആണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് RMS ആണ്, RMS വാല്യൂ ഓഫ് കറണ്ട്. സോ RMSൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പ്യുവർ സൈൻ വേവിൻ്റെ RMSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് IM ഡിവൈഡഡ് ബൈ √2 ആണ്. ദാറ്റ് ഈസ് 14.14 ഡിവൈഡഡ് ബൈ √2 നമുക്ക് എഴുതാം. 14.14 ഡിവൈഡഡ് ബൈ √2 ചെയ്താൽ നമുക്ക് 10 ആംപിയർ എന്ന് കിട്ടും. ഇറ്റ്സ് ദ ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് ആൻസർ. ഓക്കെ, എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട്. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് 2Im/π. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ വേവ് ഫോമിൻ്റെയും RMS വാല്യൂ ആവറേജ് വാല്യൂ എന്താണ്. സോ അറ്റ്ലീസ്റ്റ് സൈൻ വേവിൻ്റെ RMS ആവറേജ് വാല്യൂ അറിഞ്ഞിരിക്കുക, എന്നാൽ നമുക്ക് ഈ പ്രോബ്ലം നേരിട്ട് നമുക്ക് ചെയ്യാം. So what is 2 into Im value 14.14 divided by pi. Okay, so I average will be we get 9 ampere. Okay, 9 ampere. Then മൂന്നാമത്തേത് ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി അപ്പോൾ നമുക്ക് ഒമേഗ നമുക്കറിയാം, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. ഒമേഗ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 377 ഡിവൈഡഡ് ബൈ 2π. സോ 377 ഡിവൈഡഡ് ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് വി ഗെറ്റ് 60 ഹെർട്സ്. ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോം ഫാക്ടറാണ്. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. RMS ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ 10/9 10/9 നമ്മൾ 1.11 എന്ന് കിട്ടും. ഓക്കെ, 1.11. ദെൻ അഞ്ചാമത്തത് പീക്ക് ഫാക്ടറാണ്. സോ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ RMS വാല്യൂ. അത് ചെയ്താൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 14.14 ഡിവൈഡഡ് ബൈ 10. അത് ചെയ്ത് കഴിഞ്ഞാൽ 1.41 എന്ന് കിട്ടും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. T equal to 3 millisecond.
സോ ടി അപ്പോൾ കറണ്ട് വെൻ ടി ഈസ് ഈക്വൽ ടു 3 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 14.14 സൈൻ 377 ഇൻറ്റു ടിക്ക് പകരം 3 മില്ലി സെക്കൻഡ്. സോ 3 ഇൻറ്റു 10⁻⁻3. അത് ചെയ്യുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും തെറ്റിപ്പോകുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പം ഇങ്ങനൊരു പ്രോബ്ലം ചെയ്യുമ്പം നമ്മൾ കാൽക്കുലേറ്ററിൽ റേഡിയൻ മോഡിൽ ഇട്ടിട്ട് ചെയ്യാവും. കാൽക്കുലേറ്റർ റേഡിയൻ മോഡിൽ ഇട്ടിട്ട് വേണം 377 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻3യുടെ വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ സൈൻ കണ്ടുപിടിക്കാവും. എന്നിട്ട് 14.14 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 12.79 ആംപിയർ കിട്ടും. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. 12.79 ആംപിയർ ഇസ് ദ ഫൈനൽ ആൻസർ, റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് explain the terms statically induced EMF and dynamically induced EMF. Okay, statically induced EMF and dynamically induced EMF. Okay, അപ്പോൾ ആദ്യം സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എഫിനെ കുറിച്ച് രണ്ട് പോയിന്റ്സ് നമുക്ക് എഴുതാം. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എഫ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എഫിലെ ഈ കേസിലാണ്, ഇൻ ദിസ് കേസ് കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി. കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ദിസ് കേസ് കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി ആൻഡ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ഈസ് ചേഞ്ച്. ഓക്കെ, statically induced EMF is of two types. Okay, it is of two types. One is called self-induced EMF and another one is mutual induced EMF. Self-induced EMF and mutual induced EMF. Then എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ളതും കൂടെ എഴുതണം. The EMF induced in a coil due to change of its own flux linkage. Its own flux linkage is called self-induced EMF. It's called self-induced EMF. അതേപോലെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് the EMF induced in a circuit. The EMF induced in a circuit by changing the current in the neighboring circuit is called mutually induced EMF. It's called mutually induced EMF. Then ഇതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ കേസിൽ നമ്മൾ എത്ര അറിഞ്ഞിരിക്കുക? ഫീൽഡ് സ്റ്റേഷനറി ആയിരിക്കും. അവിടെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരുന്നു, ഫീൽഡ് റൊട്ടേറ്റിംഗ് ആണ്. ഹിയർ ഫീൽഡ് ഈസ് സ്റ്റേഷനറി and conductor is rotating in the case of dynamically induced EMF. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഇക്വേഷൻ എഴുതാം. E is equal to BLV sin theta. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റാറ്റിക് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMF. Now next question. സീരീസ് AC സർക്യൂട്ട്സിൽ വരുന്നൊരു പ്രോബ്ലമാണ്. എ കപ്പാസിറ്റർ ഹാവിംഗ് എ കപ്പാസിറ്റൻസ് ഓഫ് 20 microfarad and is connected in series with a non-inductive resistance of 200 ohm across a 220 volt 50 Hz supply. Calculate impedance, current, power factor, power transfer supply. So electrical എപ്പോഴും പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ക്വസ്റ്റ്യൻ എന്തൊക്കെ ഡേറ്റാസ് തന്നിട്ടുണ്ടോ അതൊക്കെ എഴുതുക. സോ C is given as 20 microfarad, non-inductive resistance, so R is equal to 200 ohm, voltage is given as 220 volt, frequency is given as 50 Hz, right? ഇത്രയും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് തിങ് നമുക്ക് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ഇമ്പിഡൻസ്? ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. സിൻസ് ഇറ്റ് ഈസ് എ RC സർക്യൂട്ട്, കപ്പാസിറ്ററും റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് RC സർക്യൂട്ട് ആയതുകൊണ്ട് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. സോ വാട്ട് ഈസ് XC? XC ഈസ് ഈക്വൽ ടു 1/ωc അല്ലെങ്കിൽ 1/2πfc നമുക്ക് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു 50 ഇൻറ്റു 20 ഇൻറ്റു 10⁻⁻6 ഇത് ചെയ്യാം. 20 ഇൻറ്റു 10⁻⁻6 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 159.15 ഓം എന്ന് കിട്ടും. ഓക്കെ,
Okay, 159.1 ohm. So what is Z? Z is equal to root of R square is 200 square plus 159.15 square. So this is we get impedances 255.59 ohm. So please remember the equation Z. What is Z? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറണ്ട് ആണ്. സോ കറണ്ട് I is equal to V by Z. This is the equation, standard equation, V by Z. What is V? V is 220. So 220 divided by 255.59. That is equal to, we get 0.86 ampere. So here ഒരു കാര്യം മനസ്സിലാക്കുക, ഇലക്ട്രിക്കൽ എപ്പോഴും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റിയ എല്ലാം തെറ്റും. സോ ഇസഡിൻ്റെ ആൻസർ തെറ്റിയ കറണ്ട് പോയി. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് ഫൈ. പവർ ഫാക്ടർ എപ്പോഴും ഓർത്തിരിക്കുക, പവർ ഫാക്ടർ എന്ന് ചോദിച്ചാൽ കോസ് ഫൈ ആണ്, ഫേസ് ആംഗിൾ എന്ന് ചോദിച്ചാൽ ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് കോസ് ഫൈ എന്ന് പറയുന്നത് R by Z ആണ്. സോ വാട്ട് ഇസ് R? R is given as 200. So 200 divided by Z is 255.59. So 200 by 255.59 is 0.78. ഓക്കെ, 0.7. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ് തന്നിരിക്കുന്നത്. കപ്പാസിറ്റർ ആയതുകൊണ്ട് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലീഡിംഗ് ആണെന്നുള്ളത് കൂടെ എഴുതുക. 0.78 ലീഡിംഗ്. And the final question is power drawn from the supply, that is power P is equal to VI cos phi. See, VI cos phi. I second question, cos phi third question. അപ്പം തെറ്റിയ എല്ലാം പോകും അല്ലേ? So that is equal to 220. So 220 into 0.86 into 0.78, that is equal to, we get 147.57 watt. Right? 147.57 watt is the answer. Okay. It's a 10 mark question. Okay, it's a 10 mark question. If equations ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. Now, the next one. Next question. See, show that the power consumed by 3 identical single phase loads connected in delta is equal to 3 times the power consumed when the phase loads are connected in star. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ് 10 മാർക്സ് ചോദിച്ചിരിക്കുന്നത്, 3 ഫേസ് സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, പവർ ഇൻ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 3 ടൈംസ് പവർ ഇൻ സ്റ്റാർ. ഇതാണ് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർ കണക്ഷൻ നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാർ കണക്ഷൻ്റെ എന്താണ്, വാട്ട് ഈസ് പി സ്റ്റാർ? വി ക്യാൻ സി സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പി സ്റ്റാർ എന്ന് പറയുന്നത് പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ. ഞാൻ എന്താ ഫേസ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്, പി ഈസ് ഈക്വൽ ടു വി ഫേസ് ഐ ഫേസ് കോസ് ഫൈ എന്ന് എഴുതാം. സോ വാട്ട് ഈസ് ഐ ഫേസ്? ഐ ഫേസ് കറണ്ട് I ഈസ് ഈക്വൽ ടു വി ബൈ ഇസഡ് എന്ന് നമുക്കറിയാം. സോ ഇസഡ് ഫേസ് എപ്പോഴും ഓർക്കുക, ഇസഡ് എന്ന് പറയുന്നത് ഫേസിലേ നമ്മൾ എഴുതത്തുള്ളൂ, ലൈനിൽ എഴുതാൻ പറ്റത്തില്ല, എപ്പോഴും ഫേസിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഐ ഫേസിന് പറയാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 3 ഇൻറ്റു വി ഫേസ് ഡിവൈഡഡ് ബൈ ഇസഡ് ഫേസ് കോസ് ഫൈ എന്ന് നമുക്ക് എഴുതാം. സോ വാട്ട് വി ഗെറ്റ് 3 വി ഫേസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് ഫേസ് ഇൻറ്റു കോസ് ഫൈ എന്ന് കിട്ടും. റൈറ്റ്? സോ സ്റ്റാർ കണക്ഷൻ്റെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ലൈൻ വോൾട്ടേജ് ബൈ √3 ആണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു VL square by √3 square Z phase cos phi എന്ന് കിട്ടും. സോ √3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 8 ക്യാൻസൽ. സോ ഫൈനലി വി ഗെറ്റ് P star is equal to VL square divided by Z phase cos phi എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടും. So what happens in the case of delta connection? That you can see in the case of delta connectionലാണെങ്കിൽ again P delta is equal to same equation, 3 equal to P VI cos phi, that is 3 into V phase into I phase in പകരം V phase divided by Z phase cos phi, that is equal to 3 V phase square divided by Z phase cos phi. ഡെൽറ്റ കണക്ഷനിൽ എന്താണ്, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആണ്. ഇൻ ദ കേസ് ഓഫ് ഡെൽറ്റ കണക്ഷൻ ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ എന്തോ 3 ഇൻറ്റു VL സ്ക്വയർ ബൈ Z ഫേസ് കോസ് ഫൈ. സോ വി നോ ദാറ്റ് VL സ്ക്വയർ ബൈ Z ഫേസ് കോസ് ഫൈ ഈസ് P സ്റ്റാർ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, P ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3 ടൈംസ് P സ്റ്റാർ. ഹെൻസ് വി ക്യാൻ പ്രൂവ് ദിസ് ഇക്വേഷൻ. ഹെൻസ് P ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3 ടൈംസ് P സ്റ്റാർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നമ്മുടെ 2022 എക്സാം ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് നമ്മൾ ഇതിലുള്ള ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.